നമസ്കാരം. കൊച്ചി വടുതലയിലെ വാടക വീട്ടിൽ അഞ്ചംഗ കുടുംബം ജീവനൊടുക്കിയ സംഭവത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഭൗതിക വെല്ലുവിളി നേരിടുന്ന മൂത്ത മകൻ കാർണിവന്റെ ചികിത്സയ്ക്കായി കൊച്ചിയിലെത്തിയെന്നാണ് അയൽവാസിയോടും വീട്ടുടമയോടും അശ്വതി പറഞ്ഞിരുന്നത്. എന്നാൽ തിരുവനന്തപുരം പൂവച്ചലിലെ വീട്ടിൽ നിന്നും ആരോടും പറയാതെ മക്കളുമായി ഇറങ്ങിപ്പോയ അശ്വതിയെയും സംഘത്തെയും കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു. ബന്ധുക്കളുമായിട്ടുള്ള തർക്കത്തെ തുടർന്ന് അശ്വതിയും കുടുംബവും കൊച്ചിയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. അശ്വതിയുടെ ഭർത്താവ് അക്ഷത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിന് കൃത്യം ഒരു മാസത്തിന് ശേഷം ഓഗസ്റ്റിലാണ് അശ്വതി മക്കളെയും കുട്ടി പൂവച്ചലിലെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. അശ്വതിയും പേരക്കുട്ടികളെയും കാണാനില്ലെന്ന് കാട്ടി അക്ഷതിന്റെ അമ്മ ഉഷ 3 തവണ കാട്ടാക്കട പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് അന്വേഷണം ഊർജിതമായി നടക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി കൊച്ചിയിൽ നിന്നും മരണവാർത്തയെത്തുന്നത്. പോലീസ് അന്വേഷണം പുരോഗമിക്കവേ അശ്വതി അതീവ രഹസ്യമായി പൂവച്ചലിലെ വീട്ടിലെത്തി മടങ്ങിയിരുന്നു. അമ്മായിയമ്മ ഉഷ വീട്ടിൽ ഇല്ലാതിരുന്ന സമയം നോക്കി വീട് കുത്തി തുറന്നാണ് അശ്വതി അകത്ത് കയറിയത്. തന്റെ സാധനങ്ങളെല്ലാം എടുത്തു മടങ്ങിയ അശ്വതി ഉഷ താമസിക്കുന്ന മുറി ഒഴികെ വീട്ടിലെ ബാക്കി എല്ലാ മുറികളും പൂട്ടിയിടുകയും ചെയ്തു. പോലീസിനെ പോലും വെട്ടിച്ചു നടത്തിയ ഈ സന്ദർശനം അശ്വതി മറ്റാരെയൊക്കെയോ ഭയപ്പെട്ടിരുന്നു എന്ന സംശയം ജനിപ്പിക്കുന്നുണ്ട്. കൊച്ചിയിലെത്തിയ ശേഷം മൂത്ത മകൻ കാർണിവിനെ സ്കൂളിൽ ചേർത്തിരുന്നില്ല. തിരുവനന്തപുരം ചാരുപാറ വിശ്വദീപ്തി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന കാർണിവിന് ചികിത്സ നൽകുന്നുണ്ടെന്നും ഇവർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ വടുതലയിലെ വീട്ടിൽ ഇവർ ആരുമായി അധികം സമ്പർക്കം പുലർത്തിയിരുന്നില്ല. അയൽവാസികൾക്കും വീട്ടുടമയ്ക്കും ഇവരെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നത് ഇവർ ബോധപൂർവം ഒറ്റപ്പെട്ട് കഴിയാൻ ശ്രമിച്ചിരുന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വിളപ്പിൽ ശാലയിലുള്ള അശ്വതിയുടെ സ്വന്തം വീട് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മുതൽ വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. UPI വഴിയാണ് വാടക വാങ്ങിയിരുന്നത്. ഇടയ്ക്ക് ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നെങ്കിലും അടുത്ത കാലത്തായി അശ്വതി ആരെയും വിളിച്ചിരുന്നില്ലെന്ന് വാടകക്കാർ പറയുന്നു. സ്വത്ത് തർക്കങ്ങളും ഭർത്താവിന്റെ മരണത്തെ തുടർന്നുണ്ടായ മാനസിക സംഘർഷങ്ങളുമാണ് അശ്വതിയെയും മാതാവ് ശ്രീകുമാരിയും ഇത്തരമൊരു കടുങ്കൈക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. അക്ഷതിന്റെ മരണശേഷം വീട്ടിൽ അശ്വതിയും അമ്മായിയമ്മയും തമ്മിൽ സ്വത്തുക്കളെ ചൊല്ലി തർക്കങ്ങൾ നിലനിന്നിരുന്നതായി പറയപ്പെടുന്നു. പൂവച്ചലിലെ വീട്ടിൽ നിന്ന് മാറിയ ശേഷം അശ്വതി എവിടെയാണെന്നോ ആരുടെ കൂടെയാണെന്നോ ഉള്ള വിവരങ്ങൾ ഉഷയ്ക്ക് നൽകിയിരുന്നില്ല. മക്കളെ വിട്ടു നൽകാൻ അശ്വതി തയ്യാറാകാതിരുന്നതും നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പായതും ഇവരെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടാകാം. മരണത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മക്കൾക്ക് ജ്യൂസിൽ വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം അശ്വതിയും ശ്രീകുമാരിയും ഹാളിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ വീട്ടുടമയുടെ ബന്ധുക്കൾ എത്തിയപ്പോഴാണ് വീട് അകത്തു നിന്ന് പൂട്ടിയ നിലയിൽ കണ്ടെത്തുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് തുറന്നപ്പോഴാണ് നാടിനെ നടുക്കിയ കാഴ്ച കണ്ടത്. അശ്വതിയും ഭർത്താവും 1 വർഷമായി പിരിഞ്ഞു കഴിയുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. രോഗവും കുടുംബ പ്രശ്നങ്ങളും കാരണം അക്ഷത ആത്മഹത്യ ചെയ്തത് അശ്വതിയെ കൂടുതൽ ഒറ്റപ്പെടുത്തി. നാട്ടുകാരുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒറ്റപ്പെടലുമാണ് മരണത്തിന് കാരണമെന്ന് ആത്മഹത്യക്കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. എങ്കിലും ചികിത്സയുടെ പേരിൽ കൊച്ചിയിലെത്തി വീട് വാടകയ്ക്കെടുത്ത് ഒളിവിൽ കഴിഞ്ഞത് എന്തിനാണെന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് താമസം മാറിയത് ആസൂത്രിതമായിരുന്നുവെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ രേഖകളും ബാങ്ക് ഇടപാടുകളും പരിശോധിക്കുന്നതിലൂടെ മാത്രമേ കൊച്ചിയിലെ ഇവരുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. ചികിത്സയ്ക്കായി എത്തിയവർ ആശുപത്രിയിൽ പോയിരുന്നു എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിലെ 5 പേർ ഇല്ലാതായ വാർത്ത തിരുവനന്തപുരത്ത് ഇവരുടെ ജന്മനാടിനെ നടുക്കിയിരിക്കുകയാണ്. അക്ഷതിന്റെ മരണത്തിന് 8-ാം മാസമാണ് ഭാര്യയും മക്കളും മാതാവും ഒരേപോലെ ജീവിതം അവസാനിപ്പിച്ചത്. വടുതലയിലെ ആ വാടക വീട്ടിൽ കഴിഞ്ഞ 2 മാസമായി ഇവർ അനുഭവിച്ചിരുന്ന മാനസിക സംഘർഷങ്ങളും ഒളിച്ചോട്ടത്തിന്റെ കാരണങ്ങളും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്.